നമസ്കാരം. കരോൾ ഗാനത്തിന് തല്ല് കിട്ടുന്ന നാട് അങ്ങനെയായി മാറി നമ്മുടെ രാജ്യം. ക്രിസ്തുമസിൽ മതം കാണുന്ന രാഷ്ട്രീയം അങ്ങനെ ആയിത്തീർന്നു നമ്മുടെ രാഷ്ട്രീയം. ഇങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനത്തിൻ്റെ കീഴിലേക്ക് ഓരോ മതത്തെയും ഓരോ ജാതിയെയും കൊണ്ടുവരുന്നത് ഒരു രാജ്യത്തിനോ അല്ലെങ്കിൽ തന്നെ അവിടുത്തെ നാട്ടുകാർക്കോ സമൂഹത്തിനോ ഒരിക്കലും ചേർന്നതല്ല എന്ന് പറയട്ടെ. 2025 ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് കേരളത്തിൽ ആവേശം നിലനിൽക്കുമ്പോഴും വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയും പ്രാദേശികമായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളും ഒക്കെ കാരണം അഭൂതപൂർവമായിട്ടുള്ള ഉത്കണ്ഠയിലാണ് കേരളമെന്നല്ല രാജ്യം മുഴുവനും കടന്നു പോകുന്നത് എന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സഭാ നേതൃത്വവും അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഈ സാഹചര്യത്തിൽ ഒരു കടുത്ത ആശങ്കയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും കടന്നുപോയ ഒരു ക്രിസ്മസ് കാലത്തെ വേദനയോടുകൂടി ഓർമ്മിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇന്ന് വരെ ചിലപ്പോൾ നമ്മളിങ്ങനെ ക്രിസ്മസ് കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാറില്ലായിരുന്നു. അതുകൂടി ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആരെങ്കിലും ഇതിനോട് യോജിക്കുന്നുണ്ടോ, പ്രതികരിക്കുന്നുണ്ടോ എന്നോ ആരെയും കണ്ടില്ല. പക്ഷെ അവിടെ ശശി തരൂർ MP ഒരു കുറിപ്പുണ്ടാക്കി. ആ കുറിപ്പിൽ പ്രതികരണം വരുന്നുണ്ട്. പക്ഷെ ഒപ്പം തന്നെ ആ പ്രതികരണത്തപ്പുറം ഇവിടെ നമുക്കറിയാം പാലക്കാട് പുതുശ്ശേരിയിൽ ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെ നടന്ന ആക്രമണം, അത് പ്രാദേശികമായിട്ട് ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നും. അതിൽ പറയുന്നത് എന്താണ്? ഒരു BJP പ്രവർത്തകനാണ് എന്ന് ആരോപിക്കുന്ന വ്യക്തിയാണ് ഇതിന് പിന്നിൽ എന്നാണ് പറയുന്നത്. കരോൾ സംഘത്തെ മർദ്ദിക്കുകയും സംഗീതോപകരണങ്ങൾ തകർക്കുകയും ചെയ്ത ഈ സംഭവം സത്യത്തിൽ കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തിന് കനത്ത ആഘാതമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ മതേതര പാരമ്പര്യത്തെ സത്യത്തിൽ കുഴിച്ചു മൂടുന്ന തരത്തിലേക്ക് ഈ ക്രിസ്മസ് കാലത്തെ കൊണ്ടെത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കതിനു മുൻപ് ശ്രീ ശശി തരൂർ ആ ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം എന്താണെന്ന് നമുക്ക് നോക്കാം. കേരളത്തില് ആഘോഷങ്ങളുടെ ആവേശം നിലനിൽക്കുന്നുണ്ടെങ്കിലും 2025 ക്രിസ്മസ് അഭൂതപൂർവമായ ഉത്കണ്ഠയോടുകൂടിയാണ് കടന്നു പോകുന്നത് എന്നത് വേദനാജനകമാണ്. പ്രാദേശികമായി ഉണ്ടായ ചില അനിഷ്ട സംഭവങ്ങളും ദേശീയ തലത്തിൽ വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയുമാണ് ഇതിന് കാരണം. പാലക്കാട് പുതുശ്ശേരിയിൽ ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെ ആക്രമണമുണ്ടായി. ഒരു BJP പ്രവർത്തകൻ എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയാണ് ഇതിന് പിന്നിലെന്ന് പറയപ്പെടുന്നു. കരോൾ സംഘത്തെ മർദ്ദിക്കുകയും അവരുടെ സംഗീത ഉപകരണങ്ങൾ തകർക്കുകയും ചെയ്ത ഈ സംഭവം കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തിനേറ്റ കനത്ത ആഘാതമാണ്. ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ മാളിൽ സാന്താക്ലോസിന്റെ രൂപം തകർത്തതും ജബൽപൂരിൽ അന്ധയായ ഒരു ക്രൈസ്തവ പെൺകുട്ടിയെ ആക്രമിച്ചതും ഉത്തർപ്രദേശിൽ പള്ളിയിലെ പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതും കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം ഭയത്തോടും ഉത്കണ്ഠയോടും കൂടിയാണ് 2025 ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പാതിരാ കുർബാന മധ്യേ പറയേണ്ട ഒരു സാഹചര്യം വരെ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും കണ്ട ആക്രമണങ്ങൾ ഇനി വിദൂരമല്ല എന്നും അവ കേരളത്തിന്റെ വാതിലുകൾ മുട്ടുകയാണ് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. നേരത്തെ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളിൽ അധികാരികൾ പുലർത്തുന്ന ഒരു നിഗൂഢമായിട്ടുള്ള മൗനം, ആ നിഗൂഢമായിട്ടുള്ള മൗനത്തിൽ കർദിനാൾ ക്ലീമിസും കടുത്ത വേദന രേഖപ്പെടുത്തിയിരുന്നു. ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ഇത്രയധികം വെല്ലുവിളിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. സർക്കാർ മൗനം വെടിയണമെന്ന് ആവശ്യപ്പെടുന്നതിൽ താനും അവരോടൊപ്പം ചേരുന്നു എന്ന് പറയപ്പെടുന്നു. പൗരന്മാരുടെ സംരക്ഷണം എന്നത് ഭരണകൂടത്തിന്റെ ഔദാര്യമല്ല, മറിച്ച് കടമയാണ് എന്ന് കർദിനാൾ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രാർത്ഥനയ്ക്കിടെ എന്തു സംഭവിക്കുമെന്ന് ഭയന്ന് സമൂഹങ്ങൾ ജീവിക്കേണ്ടി വരുന്ന ഒന്നാകരുത് പുതിയ ഇന്ത്യ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ശരിയാണ്, ഈ ശശി തരൂരിന്റെ ഈ കുറിപ്പിനകത്ത് പറയുന്നതിൽ ഇത്രയും കാര്യങ്ങളിൽ പലപ്പോഴും ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ മൗനം വെടിയേണ്ടിയിരിക്കുന്നു. മൗനം പാലിക്കുന്ന സർക്കാരുകൾ, അത് ഇന്ത്യ സർക്കാരാണെങ്കിലും കേരള സർക്കാരാണെങ്കിലും മറ്റേത് സംസ്ഥാന സർക്കാരുകളാണെങ്കിലും മൗനം അവലംബിക്കുന്നത് ശരിയല്ല. ഇവിടെ മറ്റു കാര്യം കൂടിയുണ്ട്. ശശി തരൂർ പറയുന്നത് പോലെ സഭാപിതാക്കന്മാരുടെ മുന്നറിയിപ്പുകളുടെയും ഈ അനിഷ്ട സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ ജാഗ്രതയുടെയും ഐക്യത്തിന്റെയും സന്ദേശമാണ് സമൂഹത്തിന് നൽകേണ്ടതെന്ന്. സഹവർത്തിത്വം എന്നത് നിർജീവമായ ഒരവസ്ഥയല്ല എന്നും മറിച്ച് അയൽക്കാരന്റെ സമാധാനം സംരക്ഷിക്കുവാനുള്ള സജീവമായ തീരുമാനമാണ് എന്നും പറയുന്നു. ഒരു കരോൾ സംഘം ആക്രമിക്കപ്പെടുമ്പോൾ അത് ക്രൈസ്തവരുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് നമ്മൾ
ഓരോരുത്തർക്കും കേരളത്തിന്റെ പൊതു സംസ്കാരത്തിനും നേരെയുള്ള ആക്രമണമാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പരസ്പരം താങ്ങായി നിൽക്കുന്നത് കൊണ്ടാണ് കേരള മോഡൽ എന്ന് പറയുന്നത് പലപ്പോഴും വിജയിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോൾ ഭൂരിപക്ഷം നിശബ്ദരായ കാഴ്ചക്കാരായി നിന്നാൽ സമാധാനം നിലനിൽക്കില്ല. അതുകൊണ്ടാണ് ഈ ക്രിസ്മസ് നാളിൽ ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് പറയേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പലരും എത്തിച്ചേരുന്നു. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നതാണ് ക്രിസ്മസിന്റെ കാതൽ. അതിരുകൾക്കപ്പുറം എല്ലാവരെയും സന്തോഷത്തിലും ജീവകാരുണ്യത്തിലും പ്രതീക്ഷയിലും പങ്കുചേരാൻ ക്ഷണിക്കുന്ന ആഘോഷമാണിത്. അക്രമത്തിനും ഭീഷണിക്കും പരിഷ്കൃത സമൂഹത്തിൽ സ്ഥാനമില്ല. പ്രത്യേകിച്ചും ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സംസ്കാരത്തിൽ കേരളത്തിലെ ക്രൈസ്തവ പാരമ്പര്യത്തിന് 2 സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. നൂറ്റാണ്ടുകളായുള്ള മതസൗഹാർദ്ദത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്വത്വം കെട്ടിപ്പടുത്തിരിക്കുന്നത്. കരോൾ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണം ഈ പൈതൃകത്തിന് നേരെയുള്ള ആക്രമണമാണ്. ഇതിനുള്ള മറുപടി തിരിച്ചടിയല്ല, മറിച്ച് നമ്മുടെ അയൽക്കാരെ കൂടുതൽ ചേർത്ത് പിടിക്കുക. ഒരു ജനവിഭാഗം ഭീഷണി നേരിടുമ്പോൾ മറ്റുള്ളവർ അവർക്കൊരു കവചമായി നിൽക്കണം. സഹവർത്തിത്വത്തിന് നീതി അനിവാര്യമാണ്. അക്രമികൾക്കെതിരെ അധികാരികൾ വേഗത്തിലും നിഷ്പക്ഷമായിട്ടും നടപടിയെടുക്കണം. അക്രമികൾക്ക് ലഭിക്കുന്ന ശിക്ഷയില്ലായ്മ വിഭാഗീയതയെ വളർത്തും. കൃത്യമായ ശിക്ഷാ നടപടികൾ വിശ്വാസം വീണ്ടെടുക്കും. സഹപൗരന്മാരെ ശത്രുക്കൾ അല്ലെങ്കിൽ അന്യരായി ചിത്രീകരിക്കുന്ന ആഖ്യാനങ്ങളെ നാം തള്ളിക്കളയണം. മതം നോക്കാതെ എല്ലാവർക്കും വേണ്ടി വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ സേവന രംഗങ്ങളിൽ ക്രൈസ്തവ സമൂഹം നൽകിയ സംഭാവനകൾ വലുതാണ്. ഈ പാരമ്പര്യം ബഹുമാനമർഹിക്കുന്ന ശത്രുതയല്ല. യഥാർത്ഥ സമാധാനം എന്നത് സംഘർഷങ്ങളുടെ അഭാവമല്ല, നീതിയുടെ സാന്നിധ്യമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുവാനും സ്നേഹമെന്ന കഠിനമായ അച്ചടക്കം പാലിക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലാകട്ടെ ഈ ക്രിസ്മസ്. അസഹിഷ്ണുതയുടെയും വിദ്വേഷത്തിന്റെയും മുഖത്ത് നോക്കി നമുക്കിത് പറയാം. ഇരുട്ടിനെ പുറത്താക്കാൻ ഇരുട്ടിനാവില്ല എന്നും വെളിച്ചത്തിനെ കഴിയൂ എന്നും, വെറുപ്പിനെ പുറത്താക്കാൻ വെറുപ്പിനാവില്ല സ്നേഹത്തിനെ കഴിയൂ എന്നും, കരോൾ പാടാൻ ഒരു കുട്ടിക്കും ഭയമില്ലാത്ത, പ്രാർത്ഥിക്കാൻ ഒരു വിശ്വാസിക്കും പേടിയില്ലാത്ത ഒരു കേരളം നമുക്ക് കെട്ടിപ്പടുക്കാം. എല്ലാവരിലും ക്രിസ്മസിന്റെ പ്രകാശം നിറയട്ടെ എന്ന് പറഞ്ഞ് ശശി തരൂർ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് മറ്റ് ഒരു തരത്തിലുമുള്ള വിയോജിപ്പില്ല. പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും, ഏത് വിശ്വാസിക്കും ഭയമില്ലാതെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന കേരളം, ഒരു കുട്ടിക്കും ഭയമില്ലാതെ പാടാൻ കഴിയുന്ന, കരോൾ പാടാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം, അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാകേണ്ടത്. അതിൽ ഒരു തരത്തിലും മാറ്റമില്ല. പക്ഷേ അവിടെ ശശി തരൂർ നോക്കേണ്ട മറ്റൊന്നുണ്ടായിരുന്നു. ഉത്തരേന്ത്യയിലടക്കം, ഉത്തർപ്രദേശിലടക്കം ഇത്തരത്തിൽ വല്ലാതെ ആക്രമിക്കപ്പെടുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവർക്ക് നേരെ, ഇന്ത്യ സർക്കാരിന് നേരെ ഒരു വാക്ക് പറയുവാൻ, മോദിക്ക് നേരെ ഒരു വാക്ക് പറയുവാൻ ഈ മാന്യൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം. ഇവിടെ കേരള സർക്കാരിനെ കുറിച്ചും കേരളത്തിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുവാനും ഘോരഘോരം വാദിക്കാൻ ശ്രമിക്കുന്ന തരൂര് മോദിക്കെതിരെ പറയേണ്ടതല്ലേ? മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ നടന്ന ആക്രമണങ്ങളെ അപലപിക്കേണ്ടതല്ലേ? സത്യത്തിൽ ഇന്ത്യ ഗവൺമെന്റ് കുറച്ചുകൂടി ശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതില്ലേ? വർഗീയ വിഷം തുപ്പുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരാണെങ്കിലും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കേണ്ടതില്ലേ? ഉത്തർപ്രദേശിൽ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ക്രിസ്മസിന് സമ്പൂർണ്ണമായിട്ടുള്ള അവധി പ്രഖ്യാപിക്കുമ്പോഴും ആ സംസ്ഥാനത്ത് ക്രിസ്മസിന് അവധി നൽകില്ല എന്നുള്ള തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയ മുഖ്യമന്ത്രി വാഴുന്ന ഇടമാണ് ഉത്തർപ്രദേശ്. അങ്ങനെയുള്ള ഒരു വർഗീയത കുത്തിവെക്കുന്ന തരത്തിലേക്ക് ഒരു സംവിധാനം ഒരുക്കിയെടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ മതേതര രാജ്യമാണ്. ഇവിടെ മുസ്ലിമും ക്രിസ്ത്യാനും ഹിന്ദുവുമൊക്കെ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയേണ്ട നാടാണ്. പക്ഷേ കേരളത്തിൽ അതുണ്ടായിരിക്കാം, പക്ഷെ മറ്റു രാജ്യങ്ങളിൽ, മറ്റു സംസ്ഥാനങ്ങളിൽ അതുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവനും അങ്ങനെയാണ് എന്നുള്ളത് ശശി തരൂരിന് മനസ്സിലാകാതായി പോയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മോദി ഭക്തിയുടെ കുഴപ്പമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിലൊരു കുറിപ്പ് വന്നപ്പോൾ ക്രിസ്മസിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം കലർത്തുവാനും ഒപ്പം തന്നെ അതിനകത്ത് വർഗീയത കുത്തിവെക്കുവാനും നിറയ്ക്കുവാനും ഒക്കെ ശ്രമിച്ച ആൾക്കാരുടെ മുഖമുണ്ടല്ലോ, അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആലപ്പുഴയിൽ തകർത്ത് കളഞ്ഞത് ഇത്തരത്തിലുള്ള ക്രിസ്മസ് സന്ദേശങ്ങളാണ്. മറ്റുള്ള അയൽക്കാരനെ നമുക്ക് സന്തോഷത്തോടു കൂടി അവരോടൊപ്പം ചേർന്ന് അയൽക്കാരനോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാമെന്ന് പറയപ്പെടുന്ന ആ ഒരു സ്നേഹവായ്പിനെയാണ് ഇല്ലാതാക്കിയത്. കേരളത്തിൽ നടന്നിട്ടുള്ള അത്തരം ആക്രമണങ്ങൾക്ക് സർക്കാർ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കട്ടെ. ഒപ്പം ക്രിസ്ത്യാനികളെ ഇന്ത്യ മുഴുവനും ആക്രമിക്കുന്നതിന്, അത്തരത്തിലൊരു വർഗീയ വിഷം കുത്തിവെക്കുന്ന തരത്തിലേക്ക് ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുന്നതിന്, അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിന് ഏതെങ്കിലും തരത്തിൽ മറ്റ് സംഘടനകൾ, അത് ഭൂരിപക്ഷ സംഘടനകളാണെങ്കിൽ കൂടിയും അവരെയും നിലയ്ക്ക് നിർത്തേണ്ടതുണ്ട്.